അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടിലെ നാളത്തെ ഖുർആൻ ഹിഫ്ള് പരീക്ഷ, അതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് പറയുന്നത്. ഇത് തികച്ചും മോഡലാണ്. കാരണം ഇതുവരെയായിട്ടും അർദ്ധവാർഷിക പരീക്ഷ നടക്കാത്തത് കൊണ്ട് നമുക്ക് മോഡൽ പേപ്പറായിട്ട് വേറെ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിലുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കട്ടോ, ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൻ നബയിലെ 11-ാം ആയത്ത് മുതൽ 20-ാം ആയത്ത് വരെ എന്ത് ചെയ്യുക, ഓതിപ്പിക്കുക. അതിൽ ഓതിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, അക്ഷരശുദ്ധിയാണ്. നമ്മൾ ഓരോ അക്ഷരം പറയുമ്പോഴും അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്, ഒരു ശുദ്ധിയുണ്ട്. ഇപ്പോൾ ഹ പറയുമ്പോൾ ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്നല്ല വരുന്നത്, ഹ. അപ്പം അതിൻ്റെ ശുദ്ധിയോടുകൂടെ തന്നെ എന്ത് ചെയ്യണം, അത് പറയണം. നമ്മൾ മഖ്റജ് ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ആ ശുദ്ധിയോടുകൂടെ എന്ത് ചെയ്യണം, പറയണം കേട്ടോ. ഹ ഇനെ ഹ ആയിട്ട് ഓതരുത്, ഹ ഇനെ ഹ ആയിട്ട് ഓതരുത്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ, ദാല്, ഇതൊക്കെ നാവിൻ്റെ തെല്ല് മുൻപല്ലിൻ്റെ തെല്ലുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരങ്ങളാണ്, ദാൽ, സ. അപ്പോൾ അതൊക്കെ യഥാർത്ഥ ശുദ്ധിയിൽ തന്നെ എന്ത് ചെയ്യുക, പറയാം കേട്ടോ. നമ്മൾ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കണം. അതിന് പ്രത്യേകം 30 മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നടത്തിയോത്താണ്. നടത്തിയോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പിപ്പിടിച്ച് ഓതാൻ പാടില്ല, കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, മറ്റേ അലിഫ്ലാമൊക്കെ കൂട്ടിയിട്ട് ഓതുക. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഞാൻ സൂറത്ത് നബാനെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഓതുമ്പോൾ നമുക്കൊന്നെങ്ങനെ കൂട്ടി ഓതാൻ നോക്കാം. അപ്പോൾ ഇവിടെ കാണോ, ഇവിടുന്ന് മുതൽ ചുരുക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാൻ വേറൊരു PDF എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 11-ാമത്തെ ആയത്ത് മുതലൊന്ന് ഓതി നോക്കാം. അപ്പോൾ നടത്തിയോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് വജഅൽന, പിന്നെ നഹാറൻ, അങ്ങനെ ഓരോ വാക്കോ ഓതാതെ കൂട്ടി ഓതുക. വജഅൽന നഹാറ മഅേഷ. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ ഓതുമ്പോൾ അവിടെ മാർക്ക് എന്ത് ചെയ്യും, പോവും. മറിച്ച് അവിടെ ചേർത്തി അവിടെ ഓതാൻ എന്ത് ചെയ്യണം, കുട്ടിക്ക് വഹിച്ചിരിക്കണം. അതിനെ നടത്തി ഓത്ത് എന്ന് പറയാം. അപ്പോൾ വജഅൽന നഹാറ, ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അലിഫ്ലാം ഉച്ചരിക്കൂല, നേരെ നൂനിലേക്കാണ് പോവുക. വജഅൽന നഹാറ, ഇവിടെ നീട്ടും ചെയ്യൂല. അലിഫ്ലാമിൻ്റെ മുന്നേ എന്ത് ചെയ്യില്ല, നീട്ടാണെങ്കിൽ അത് നീട്ടൂല. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വജഅൽന നഹാറ മഅേഷ, ഇവിടെ മഅേഷൻ എന്നാണെങ്കിലും നിർത്തുമ്പോൾ മഅേഷ എന്ന് അലിഫുമ്മയാണ് നിർത്തേണ്ടത്. ഒരു അലിഫ് നീട്ടിയിട്ട് ഉച്ചരിക്കുക, മഅേഷ. അങ്ങനെ തന്നെയാണ് ഇനിയൊക്കെ വരുന്ന എല്ലാ ആയത്തിൻ്റെയും അതുപോലെ തന്നെയാണ് അവസാനം അതേപോലെ നീട്ടിക്കൊടുക്കുക. വബനൈന ഫൗഖകും സബ്അൻ ശിദാദ, വബനൈന ഫൗഖകും സബ്അൻ ശിദാദ, വജഅൽനാ സിറാജൻ വഹാജ, വജഅൽനാ സിറാജൻ വഹാജ. അവിടെ ശ്രദ്ധയുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കണം കേട്ടോ. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. കണ്ടോ, എല്ലാത്തിൻ്റെ അവസാനം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യുന്നത്. വഹാജ, സജ്ജാജ. പിന്നെ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഇവിടെ തുടക്കത്തിൽ ശ്രദ്ധ കാണുമെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവിടെ ലി എന്ന് ഉച്ചരിക്കരുത്, ലി. അത് നമ്മൾ കൂട്ടി ഉച്ചരിക്കുമ്പോൾ മാത്രമാണ്, ഇപ്പോൾ ഇവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ മാത്രമാണ് ഈ ലാമിലെ ഈ ശ്രദ്ധ ഉച്ചരിക്കേണ്ടത്. സജ്ജാജൻ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. കണ്ടില്ല, അപ്പോൾ മാത്രമേ ആ ശ്രദ്ധ ഉപയോഗിക്കുള്ളൂ കേട്ടോ. വജന്നാത്തിൻ അൽഫാഫ, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഖാഫിന് നീട്ടാൻ ചെറിയൊരു അലിഫ് ഇവിടെ കൊടുത്തത് കാണാം. അത് കുട്ടികളെ
കാണിച്ചു കൊടുക്കണം. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം? നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ ചെറുതായിട്ട് ഒരു അക്ഷരത്തിൻ്റെ ഒരു കതിർ, അതായത് അത്ര അളവ് എന്ത് ചെയ്യുക? ഒന്ന് നീട്ടിക്കൊടുക്കുക. മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا. ഇവിടെയും കണ്ടോ? ഇവിടെ നീട്ടണം. അബ്വാബ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ സറാബ ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഈ ഓത്തൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിൽ ഹെഫിളിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഹെഫിളിൽ സൂറത്തു നാസ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കുറേ സൂറത്തുകളുണ്ടെങ്കിലും ഇതിൽ 2 മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സൂറത്തു നാസ് ഓതുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇനി രണ്ടാമത്തത്, സൂറത്തുകൾ തുടങ്ങുമ്പോൾ അഊദും ബിസ്മിൻ മസ്റ്റായിട്ട് ചൊല്ലണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളിലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അപ്പോൾ നമ്മൾ ഹൈഫുൾ ഭാഗത്തുള്ള സൂറത്തുകൾ ഓതി ഇനി ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ദിക്റുകൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സുബഹ് നിസ്കാരത്തിൻ്റെ ബാങ്കിൽ പ്രത്യേകമായി ചൊല്ലുന്നത് എന്താണെന്ന്. ഇത് ഫിഖ്ഹിലൊരു ചോദ്യമാണ്, ചിലപ്പോൾ ഇതിൻ്റെ കൂടെ വരാം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾ പറയണം. എന്തായിരിക്കും സുബഹ് നിസ്കാരത്തിൻ്റെ ബാങ്കിൽ പ്രത്യേകമായിട്ട് ചൊല്ലുന്നത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം അല്ലേ? 2 തവണ ചൊല്ലാറുണ്ട്. അതാണ്. 2, ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ ഏതാണെന്ന്. ഇഖാമത്ത് ചൊല്ലുമ്പോൾ ഖദ് ഖാമത്തിസ് സ്വലാത്ത് അല്ലേ? ഖദ് ഖാമത്തിസ് സ്വലാത്ത്, അതാണ് പ്രത്യേകമായി ചൊല്ലുന്നത്. 3, ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? പരിപൂർണമായിട്ടുള്ള നിയ്യത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉസല്ലി ഫർളൽ ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. അതാണ് ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്. 4, ഇഅ്തിദാലിൽ ചൊല്ലുന്നത്. നമ്മൾ ഇഅ്തിദാലിൽ എന്താണ് ചൊല്ലുക? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ കഴിഞ്ഞിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. പിന്നെയോ 5, സുജൂദിൽ ചൊല്ലുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ 2 തവണ സുജൂദ് ചെയ്യുന്നുണ്ട്. ഓരോ സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നാണ് ചൊല്ലേണ്ടത്. പിന്നെ 6, പൂരിപ്പിക്കാനാണ്. റബ്ബി ഗ്ഫിർലി ഡാഷ് വആഫിനി. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതാണ് ആ ദിക്ർ കേട്ടോ. ഇത് നമ്മൾ 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ചൊല്ലുന്ന ദിക്റാണ്. ചിലപ്പോൾ ദിക്ർ ചോദിച്ചിട്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നും ചോദിക്കാം. അപ്പോൾ ഈ ദിക്ർ നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലാണ് ചൊല്ലുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.